ഭരണം ആടിയുലയുന്ന കർണാടകം മറ്റൊരു വിവാദത്തിലേക്ക് തിരിയുന്നു. കർണാടകത്തിൽ ബൊമ്മെ സർക്കാർ നിരോധിച്ചിരുന്ന ഹിജാബ് നിരോധനം സിദ്ധരാമയ്യ സർക്കാർ നീക്കം ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കർണാടകത്തെ സംബന്ധിച്ച് ഒരു വലിയ പ്രക്ഷോഭത്തിന് കളമൊരുക്കുന്നത്. ബൊമ്മെ സർക്കാർ ഹിജാബ് നിരോധിച്ചതിനെ ഹൈക്കോടതിയും ശരിവച്ചിരുന്നു. ഹൈക്കോടതി പറഞ്ഞു ഇസ്ലാമിൻ്റെ മതപരമായ നിർബന്ധപരമായ ഒരു ആചാരമല്ല ഹിജാബ്. അതുപോലെ തന്നെ സ്കൂളുകളിലും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഏകീകൃത വസ്ത്രധാരണ രീതിയാണുള്ളത്, അത് പാലിക്കുക തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹിജാബ് നിരോധനത്തിന് ശരിവച്ചത്. കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ്. ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ സിദ്ധരാമയ്യ ഹിജാബ് നീക്കം ചെയ്തിരിക്കുന്നത്. മുൻപ് നമുക്കറിയാം ഹിജാബ് ധരിച്ച് ഉള്ള കുട്ടികൾ സ്കൂളിലെത്തുമ്പോൾ കാവിഷാളുകളും തൊപ്പിയും ധരിച്ച ഹിന്ദു വിശ്വാസികളായ കുട്ടികളും സ്കൂളിലും കോളേജിലും എത്താൻ തുടങ്ങിയതോടുകൂടി പല സ്കൂളുകളിലും കോളേജിലുമൊക്കെ സംഘർഷം അത് പുറത്തേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അന്ന് പോപ്പുലർ ഫ്രണ്ടൊക്കെ സജീവമായിരുന്ന സമയമായിരുന്നു. പോപ്പുലർ ഫ്രണ്ടൊക്കെ സജീവമായി തന്നെ രംഗത്തിറങ്ങുകയും ചെയ്തിരുന്നു. ഏവരും പറഞ്ഞതുപോലെ തന്നെ കോൺഗ്രസ് സർക്കാർ കർണാടകത്തിൽ തിരിച്ചു വന്നാൽ ഈ മതമൗലികവാദ സംഘടനകൾക്കൊപ്പമായിരിക്കും, അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുമെന്ന് BJP ആരോപണത്തിൽ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഹിജാബ് നിരോധനം നീക്കിയിരിക്കുന്നത്. ഇതിനെതിരെ ഒരു വലിയ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് വിവിധ ഹൈന്ദവ സംഘടനകൾ. കാരണം ഒരു വിഭാഗത്തിന് മാത്രം അവരുടെ മതപരമായ ആചാരത്തിന്റെ പേരിൽ വസ്ത്രധാരണം അനുവദിക്കാമെങ്കിൽ മറ്റു മതങ്ങൾക്കും അത് അനുവദിക്കേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ ഹൈന്ദവ സംഘടന നൽകിയിരുന്നു. ഏതായാലും കർണാടകത്തിൽ മറ്റൊരു പ്രക്ഷോഭത്തിന് കളമൊരുങ്ങുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.